ഓം ശാന്തി. കുറേ ആളുകൾ പൈസ നന്നായിട്ട് സമ്പാദിച്ച ശേഷം അതിനെങ്ങനെയാണ് ചിലവഴിക്കേണ്ടത് എന്ന് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാം നഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഒരു പക്ഷേ ഞാൻ ചിലരെയൊക്കെ കാണാറുണ്ട്, ഇട്ടിരിക്കുന്നത് വില കൂടിയ വസ്ത്രങ്ങളായിരിക്കും, കയ്യിലുണ്ടായിരിക്കുന്നത് ഐഫോൺ ആയിരിക്കും. അവർ നിലവും ആ കൂളിംഗ് ഗ്ലാസും സാധനവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം തന്നെ എന്താ പറയണ്ടേ, ഇപ്പം എല്ലാത്തിനും ബ്രാൻഡഡ് ഐറ്റംസാണ് എല്ലാം അത് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം ഒരു പെട്രോൾ അടിക്കാൻ വേണ്ടി കൊണ്ട് നോക്കുമ്പോൾ അവരുടെ ബാങ്കിനുള്ള അറിയാതെ കണ്ണ് എന്നപ്പോൾ കണ്ടത് അവരുടെ മൊബൈൽ അവശേഷിച്ചത് 27 രൂപ. എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഹൈഫൈയാണ്. കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 1 രൂപ എടുക്കാനുണ്ടാവില്ല. പ്രത്യേകിച്ചും നമ്മുടെ ഈ ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ സ്വഭാവമായി പോയി. എന്തൊക്കെ കിട്ടുന്നു അതൊക്കെ ഷോ ഓഫ് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര വരുമാനമുണ്ട്, എങ്ങനെ ചെലവഴിക്കണം എന്ന് ചിന്തിക്കാതെ അതിൻ്റെ ഉപരിയായിക്കൊണ്ട് മനസ്സ് വലുതാക്കി വയ്ക്കാം. പക്ഷേ നമ്മൾ എന്തൊക്കെ വരുന്നു അതൊക്കെ അതിനു വേണ്ടി കടം വാങ്ങിച്ചും എന്തു ചെയ്തിട്ടും ചെലവഴിച്ച് ആനന്ദിക്കുക എന്ന ഒരു സ്വഭാവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സമ്പത്ത് വരുന്നതറിയാതെ ഒഴുകിപ്പോകും. ധനം അഥവാ ലക്ഷ്മി ആദരിക്കുന്നവരുടെ കൂടെ മാത്രം നിൽക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് നിൽക്കുന്ന ലക്ഷ്മിനെയും ഇരിക്കുന്ന ലക്ഷ്മിനെയും കണ്ടിട്ടില്ലേ, ആദരവ് കൊടുത്തിരുത്തുമ്പോൾ മാത്രം ഇരിക്കുന്ന ആളാണ് ലക്ഷ്മി. അതുകൊണ്ട് ധനം സമ്പാദിക്കുന്ന ധനത്തിനെ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാൻ കൂടി കഴിയണമെന്നുണ്ടെങ്കിൽ 3 പില്ലേഴ്സ് നമുക്ക് ആവശ്യമാണ്. ഇന്ന് അതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മുടെ മൈൻഡ് സെറ്റാണ്. നമ്മുടെ കയ്യിൽ ഒരു 1000 രൂപ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് 1000 രൂപയ്ക്കും കൂട്ടുകാർക്കൊന്നിച്ച് അല്ലെങ്കിൽ വീട്ടിലേക്ക് ഇഷ്ടമുള്ളതായിട്ടുള്ള ആഹാരം വാങ്ങിച്ചു, സാധനം വാങ്ങിച്ചു, ലാവിഷായിട്ട് ചിലവഴിക്കാം. അല്ലെങ്കിൽ 1000 രൂപയിൽ കുറച്ച് പൈസ നമ്മുടെ സൂക്ഷിക്കുന്ന സ്ഥലത്തും കുറച്ച് പൈസ നമുക്കൊരു ബുക്ക് വാങ്ങിക്കാൻ, അവശ്യ സാധനങ്ങൾ വാങ്ങിക്കാനും, കുറച്ച് പൈസ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് ഒന്നുകിൽ ബുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രെയിനിങ് പ്രോഗ്രാം അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനും വായിക്കാനും വേണ്ടിക്കൊണ്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡെവലപ്മെൻറ്റ് ആ രീതിയിൽ നടക്കുകയും ചെയ്യും. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടതായിട്ടുള്ള മൈൻഡ് വരും, നല്ല സ്വഭാവങ്ങളെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ആവശ്യം നമ്മുടെ മൈൻഡ് സെറ്റാണ്. വരുന്ന പൈസ ഇന്നത്തെ ആവശ്യം ഇപ്പോൾ കഴിഞ്ഞല്ലോ, നാളത്തേക്ക് വന്നോളും. യെസ്, പോസിറ്റീവ് തോട്ട്സ് ആണ്. ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വന്നത് മുഴുവൻ ചിലവാക്കുക എന്നുള്ളതല്ല. ആ വന്ന പൈസയെ വിശാലമായ മനസ്സോടുകൂടി നമുക്ക് എന്തുണ്ടോ അതിൽ അതീവ ആനന്ദത്തോടു കൂടി പോസിറ്റീവായിട്ടുള്ള തോട്ട്സോടു കൂടി നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയോടുകൂടി അതിലും മിച്ചം വെച്ചുകൊണ്ട് 1 രൂപയെങ്കിലും 1 രൂപ നിങ്ങൾക്ക് കൊണ്ട് സൂക്ഷിക്കാൻ പറ്റിയാൽ ആ ധനത്തിന് കൊടുത്ത റെസ്പെക്റ്റാണത്. അതിൽ കുറച്ച് 1% നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങൾക്കുള്ളതായിട്ടുള്ള ധനത്തിന് കൊടുക്കുന്ന റെസ്പെക്റ്റാണ്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ദ സെൻസ് ഒന്നുകിൽ നിങ്ങൾക്ക് വ്യായാമം ചെയ്യാനും കാര്യങ്ങൾക്കും എന്തെങ്കിലും പൈസ ചിലവഴിക്കണോ, സാധനം വാങ്ങണോ, അസറ്റിലേക്ക് പറ്റുന്നൊരു സാധനം വാങ്ങണോ. ഞാൻ പറയും നമ്പർ 1 അസറ്റ് എന്ന് പറയുന്നത് അവനവനിൽ ചെയ്യുന്നതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. വായിക്കുക, പഠിക്കുക, എന്തെങ്കിലുമൊക്കെ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുക, അതൊക്കെയാണ്. ഒരു ബുക്ക് എടുത്തുകൊണ്ട് റെഗുലറായിട്ട് പോസിറ്റീവായിരിക്കുന്ന കാര്യങ്ങൾ വായിക്കാൻ, പഠിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിക്കൊണ്ട് നിങ്ങൾ കുറച്ച് ധനം അതിൽ നിന്ന് മാറ്റി വയ്ക്കുമ്പോൾ ആ ധനം ശരിക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരു രാഘവൻ എന്നൊരാളുടെ കഥ ഞാൻ വായിച്ചു അടുത്ത ദിവസമായിട്ട്. അയാൾ ഇതുപോലെ ഡൽഹിയിലെ കോണാർക്ക് പ്ലേസിൽ സ്വന്തമായിട്ട് ഇത്തരത്തിലുള്ളതായിട്ടുള്ള എല്ലാ പോർഷനും കാണിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്തോ കാര്യം വാങ്ങിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഫിനാൻഷ്യലായിട്ടുള്ളൊരു മെൻറ്റർ കൂടി ഉണ്ടായിരുന്നു, കൂട്ടുകാരനായ ഒരാൾ. ഇവൻ്റെ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ അയാൾ വിചാരിച്ചത് അവൻ ഇഷ്ടം പോലെ ധനം സമ്പാദിക്കുന്ന ആളെന്നാണ്. 24 വയസ്സുള്ളതായിട്ട് 2 പേര്. ഒരാൾ ഇങ്ങനെയുള്ളതായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുന്ന ആൾ, മറ്റാൾ അടിച്ചുപൊളിച്ച് ജീവിതം ജീവിക്കുന്ന ആൾ. ഈ അടിച്ചുപൊളിച്ച് ജീവിതം ജീവിക്കുന്നതായിരിക്കുന്ന രഘു ഒരു ഷോപ്പിൽ പോയിട്ട് സാധനം വാങ്ങിക്കഴിഞ്ഞ ശേഷം അത് കുഴപ്പമില്ല, ഞാൻ പേ ചെയ്തോളാം എന്ന് കൂട്ടുകാരനോട് പറയുകയാണ്. അവൻ പേ ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോൾ 72 രൂപ അവൻ്റെ അക്കൗണ്ടിൽ. അപ്പോൾ ചോദിക്കല്ല, നിൻ്റെ അക്കൗണ്ടിലാകെ 72 രൂപയുള്ളൂ, ഞാൻ കൊടുക്കുമായിരുന്നല്ലോ എന്ന് പറയും. അവർ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ കൊടുത്തോളാം എന്ന് പറയും. അപ്പോൾ പറയും, ഞാൻ നിൻ്റെ ഒരു കാര്യം സംസാരിക്കട്ടെ, കുറച്ച് സമയം നീ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണോ? അങ്ങനെ ആ കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തതാണ് ഈ 3 മെയിൻ ആയിരിക്കുന്ന പ്രോഗ്രാംസ്, മൈൻഡ് സെറ്റ്, ഹാബിറ്റ് ആൻഡ് മണി എന്ന് പറയുന്നത്. ഈ 3 പില്ലറിനെ പ്രോപ്പർ വേയിൽ നിങ്ങൾ പവർഫുൾ ആക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലും വളരെ ഉപയോഗമാവുക. അതുകൊണ്ട് ഈ രഘുവിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അയാൾക്ക് കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തതനുസരിച്ച് അയാൾ നല്ലൊരു ബുക്ക് വാങ്ങി, റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നുള്ളതായിട്ടൊരു ബുക്ക് വാങ്ങിച്ചു. വായിക്കാൻ തുടങ്ങി. വായിച്ച് ആദ്യമൊക്കെ കുറച്ച് ബോറടിക്കാൻ തുടങ്ങി വായിച്ചപ്പോൾ.
പക്ഷേ കാരണം ദിവസവും രാവിലെ എഴുന്നേറ്റാൽ മൊബൈൽ എന്താണെന്നുള്ളത് നോക്കുക, അടുത്തത് നോക്കുക, വീഡിയോ കണ്ടു, അത് കഴിഞ്ഞ ശേഷം രാത്രി ഉറങ്ങാൻ സമയത്ത് നെറ്റ്ഫ്ലിക്സ് കണ്ടു, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോങ് ഗ്രൂപ്പായിട്ട് ഫ്രണ്ട്സുമായിട്ട് ഒന്നിച്ച് ചാറ്റ് ചെയ്തിരുന്നു. ഇങ്ങനെയൊക്കെ ആസ്വദിച്ച് ജീവിക്കുമായിരുന്നു ജീവിതം. അതിൻ്റെ ഇടയിൽ വന്നിട്ട് വായിക്കാൻ പറഞ്ഞപ്പോൾ കൂട്ടുകാരന് വേണ്ടിക്കൊണ്ട് അവനോടതായിട്ടുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ അവൻ്റെ ബാങ്ക് ബാലൻസ് കണ്ടപ്പോൾ അതിലുണ്ടായതായിട്ടുള്ള ഇംപ്രഷൻ കൊണ്ട് മാത്രമാണ് ഇവനത് വായിക്കാൻ തുടങ്ങിയത്. പക്ഷേ കുറച്ച് ദിവസം വായിച്ചപ്പോൾ അവന് മനസ്സിലായി, ഓ ഇതല്ല എൻ്റെ മെത്തേഡെന്ന്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം കുറച്ച് ദിവസം അവൻ്റെ ഓരോരോ പെനിയായിട്ട് സൂക്ഷിക്കാൻ തുടങ്ങി. നല്ല ബുക്ക് വാങ്ങിച്ചു, പുറത്ത് പോയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങി ചിലവഴിക്കുന്നതൊക്കെ കുറയ്ക്കാൻ തുടങ്ങി. ജീവിതത്തിൽ വായന, പഠിപ്പ് ഇങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങളുമായി നല്ല നല്ല സാധനങ്ങൾ വാങ്ങിക്കാനും വായിക്കാനും കൂട്ടുകാരനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, ഓക്കെ നീ ഇപ്പോൾ മൈൻഡ് സെറ്റിലേക്ക് മാറ്റം വന്നിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ആദ്യത്തെ നിൻ്റെ മൈൻഡ് സെറ്റ്, ഇവിടെ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് അടിച്ചു പൊളിച്ച് നടക്കുന്നതാണ് ജീവിതം എന്നതായിരിക്കും നിൻ്റെ ഫസ്റ്റ് സെറ്റ്. അത് അവിടെ അവസാനിച്ചു. എനിക്ക് സന്തോഷമായി ആ കാര്യത്തിൽ. നീ നിൻ്റെ രണ്ടാമത്തെ പില്ലർ സ്റ്റാർട്ട് ചെയ്യാൻ സമയമായെന്ന് പറയും. അപ്പോൾ ചോദിക്കും, എന്താ ഈ രണ്ടാമത്തെ പില്ലർ? അത് നിൻ്റെ ഹാബിറ്റ്സ്. ഒരിക്കലും മൈൻഡ് സെറ്റ് മാറ്റിയത് കൊണ്ട് മാത്രം നിനക്ക് ധനം വരില്ല, അതിനൊപ്പം നല്ല നല്ല സ്വഭാവങ്ങളും കൊണ്ടുവരണം എന്ന് പറയും. അപ്പോൾ പറയും, അതെങ്ങനെ ഞാൻ ഈ സ്വഭാവം കൊണ്ടുവരിക? എൻ്റെ ശീലങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, മാറ്റാൻ എങ്ങനെ പറ്റുമെന്ന്. അപ്പോൾ കൂട്ടുകാരൻ പറയും, ഞാൻ നാളെ നിൻ്റെ വീട്ടിൽ വരുന്നുണ്ട്, നമുക്കൊന്ന് വാക്കിങ്ങിന് പോകണമെന്ന് പറയും. ആ രണ്ടുപേരും കൂടെ വാക്കിങ്ങിന് പോയി ഒരു ജിമ്മിൻ്റെ അടുത്തെത്തി. അപ്പോൾ ജിമ്മിൻ്റെ അടുത്തെത്തി പറയും, നമുക്കൊന്ന് കയറി നോക്കാം വെറുതെ എന്ന്. അവിടെ രണ്ട് ആൾക്കാർ അവർ കണ്ടുമുട്ടി. ഒരാൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായി കൊണ്ടുവന്ന് ജിം 2 ദിവസം 3 ദിവസമായി 2 ആഴ്ച ആയിട്ട് എൻ്റെ മേൽ വേദനയൊക്കെ ആയി, എനിക്കിപ്പോൾ വേദനയൊക്കെ കുറയുന്നുണ്ട്, പക്ഷെ എന്നാൽ ഇവിടെ വേദന അവിടെ വേദനയാന്നൊക്കെ പറയുന്ന ഒരാൾ. വേറൊരാൾ 2 മാസം ആവാനായി, നാളെ മുതൽ എനിക്ക് ബിസിയാണ്, അത് കാരണം കൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല, അതൊന്ന് കുറച്ച് കൂടുതൽ ജിമ്മ് ചെയ്ത് പോട്ടെ എന്ന് പറയുന്ന ഒരാൾ. വേറൊരാൾ 2 വർഷമായിട്ട് റെഗുലറായിട്ട് ജിം പ്രാക്ടീസ് ചെയ്യും, അതിനുശേഷം എന്തൊക്കെ പ്രോട്ടീൻ കഴിക്കണം, മസിൽ ഡെവലപ്മെൻറ്റിനും സ്ട്രെങ്ത്തിനും വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നാലോചിച്ചുകൊണ്ട് ആ രീതിയിൽ പോകുന്ന ആളെയും കണ്ടു. അപ്പോൾ പറഞ്ഞു കൊടുത്ത്, നോക്കൂ ഇവൻ്റെ ബോഡി ഈ 3 പേര് നീ ഒന്ന് വാച്ച് ചെയ്ത് നോക്കിയാൽ തുടങ്ങിയ ആളിപ്പോൾ വേദനയിലാണ്, രണ്ടാമത്തെ ആൾ വേദനയൊക്കെ മാറി, ഇനിയിപ്പോൾ ഞാൻ മതിയാക്കി എന്ന് പറഞ്ഞ് സ്വന്തം തിരക്ക് കണ്ടെത്തിയ ആൾ, മൂന്നാമത്തെ ആൾ തൻ്റെ ലൈഫിൽ പ്രോപ്പർ വേയിൽ ശരീരത്തിനെ ഡെവലപ്പ് ചെയ്യുന്ന ആൾ. ഇതാണ് ഹാബിറ്റ് എന്ന് പറയുന്നത്. ഹാബിറ്റ്സ് ഒരിക്കലും ലോട്ടറി ആയിട്ട് വരില്ല, അത് EMI ആയിട്ടേ വരുള്ളൂ. ഓരോ ദിവസവും കുറച്ച് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടതായിട്ടുള്ള നല്ല ഹാബിറ്റ്സ് നമ്മൾ കൊണ്ടുവരണമെന്ന്. അപ്പോൾ ചോദിക്കും, ഞാൻ എന്തൊക്കെയാണ് ഹാബിറ്റ്സ് കൊണ്ടുവരേണ്ടത്? രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക, വായിക്കുക, എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിക്കൊണ്ട് ഒരു കുറച്ച് പൈസകളെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസയൊന്നും എൻ്റെ അടുത്തൊന്നും ഇല്ല, അത് സാരില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, തൽക്കാലം ഈ സ്വഭാവമൊക്കെ കൊണ്ടുവരാൻ പറയും. സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ രാത്രി കിടക്കും മുന്നേ കുറച്ച് മെഡിറ്റേറ്റ് ചെയ്യുക, അവനവൻ്റെ ഡയറി എഴുതുക, സെൽഫ് ചെക്കിങ് നടത്തുക, ഇങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള കുറേ നല്ല നല്ല സ്വഭാവങ്ങൾ കൂട്ടുകാരൻ പറഞ്ഞു. അങ്ങനെ 2-3 ആഴ്ച സമയം ഈ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയ സമയത്ത് അവരൊരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടി വന്നു. അപ്പോൾ ബർത്ത്ഡേ പാർട്ടി വന്ന സമയത്ത് എല്ലാവരും, അവൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സും ഈ മെൻ്ററായിരിക്കുന്ന ഫ്രണ്ടും ഇവനും എല്ലാവരും അവിടെയുണ്ട്. എല്ലാവരും അടിച്ചു പൊളിച്ച് ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, ഭയങ്കര ബഹളാണ് അവിടെ. പല രീതിയിലുള്ളതായിട്ടുള്ള പാനീയങ്ങൾ കുടിക്കുന്നു, തിന്നുന്നു, ഭയങ്കര ലഹരി. പക്ഷേ അവിടെ ഈ രഘു മാത്രം ഇതെല്ലാം കണ്ടുകൊണ്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറൊരു കൂട്ടുകാരൻ വന്ന് ചോദിക്കും, രഘു നിനക്ക് എന്താ പറ്റി, നീ എന്താ ഇങ്ങനെ സൈലൻ്റ് ആയിരിക്കണമെന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പാർട്ടി ഓർഗനൈസ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഇത് ഈ മെൻ്ററായിരിക്കുന്ന കൂട്ടുകാരൻ കേട്ടു. അപ്പോൾ അവന് ചിരിച്ചു, അന്നൊന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം പറഞ്ഞു, രഘു ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. നീ രണ്ടാമത്തെ പില്ലറും ഉണ്ടാക്കി കഴിഞ്ഞു. ഒന്ന് നിൻ്റെ മൈൻഡ് സെറ്റ് മാറ്റി, രണ്ടാമത് നല്ല ഹാബിറ്റ്സ് കൊണ്ടുവന്നു. ഇനി നിൻ്റെ മൂന്നാമത്തെ പില്ലർ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായി, മണി എന്ന് പറയും. അപ്പോൾ പറയും, അല്ലെങ്കിൽ ഞാൻ പൈസയൊന്നും ഇപ്പോൾ വേസ്റ്റ് ചെയ്യാറില്ലടാ, ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതൊന്നും ചെയ്യാറില്ല. അപ്പോൾ പറയും, നോക്കി ഇതുകൊണ്ട് മാത്രം ഒരിക്കലും നിനക്ക് നിൻ്റെ മണീനെ മൾട്ടിപ്പിൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒന്ന് പറഞ്ഞു കൊടുത്തു, നോക്ക് നിൻ്റെ ഉള്ളതായിട്ടുള്ള ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറച്ച് ഒരു 50 രൂപ അല്ലെങ്കിൽ 100 രൂപ 500 രൂപ എത്രയാണോ നിനക്ക് സേവ് ചെയ്ത് മാറ്റാൻ പറ്റുന്നത് അത്രയും കാര്യത്തിന് മാറ്റി സേവ് ചെയ്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ട്സിലോ അങ്ങനെ നഷ്ടം വരാത്തതായിരിക്കുന്ന എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നീ ചെയ്യണം. ഇങ്ങനെ പോയാലേ നിനക്ക് പറ്റുള്ളൂ എന്ന് പറയും. ചില കാര്യങ്ങൾ മൾട്ടിപ്പിൾ ആവുന്ന രീതികളിൽ പല വഴികളും ഇന്നത്തെ ലോകത്തുണ്ട്. കൂട്ടുകാരൻ പലതും പറഞ്ഞു കൊടുത്തു. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അതെല്ലാം പറഞ്ഞു തരുന്നില്ല, ബിക്കോസ് നിങ്ങൾക്കും നിങ്ങൾ അറിവുള്ളതായിട്ടുള്ള ആളുകളുണ്ടാവാം, അല്ലെങ്കിൽ അത്തരത്തിൽ മണി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് തരുന്നതായിരിക്കുന്ന ആളുകളുണ്ടാവാം. അവരുടെ ഗൈഡൻസിലൂടെ ഞാൻ ആ മേഖലയിൽ ഒരുപാട് പോവാറില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും പറഞ്ഞുതരാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ ഇവിടെ വരെ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്ലാൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുകയാണ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്
പറയുന്നത് പതുക്കെ വളർന്ന് കിട്ടുന്നതാണ് എപ്പോഴും സേഫ്. ഇന്ന് കൊടുത്തു, നാളെ മറ്റന്നാൾ അത് 3 ഇരട്ടിയായി കിട്ടി, ഒരു മാസം കൊണ്ട് 4 ഇരട്ടിയായി കിട്ടി, പലതും നിങ്ങളുടെ അടുത്ത് വരും. പോയി കുരുങ്ങരുത് അതിലൊന്നും. അതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ലോഭം കാണിച്ചുകൊണ്ട് വീഴ്ത്തുന്ന സ്വർണ്ണമാനുകളായിരിക്കാം. പക്ഷേ പ്രോപ്പറായിരിക്കുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് മെത്തേഡ് ഒരുപാടുണ്ടായിരിക്കും. ചെറുതായിട്ടിട്ടുകൊണ്ട് വളർന്ന് വലുതായി കഴിയുമ്പോൾ, ഞാൻ ഏതോ ഒരു പ്ലാനിനെ കുറിച്ച് കേട്ടു. ഒരു പെൺകുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ പേരിൽ ഇത്ര രൂപ വെച്ചൊരു മാസം ഇട്ട് കഴിഞ്ഞാൽ പെൺകുട്ടി കല്യാണപ്രായം ആകുമ്പോഴത്തേക്കും അവർക്ക് ഇത്രയധികം ലക്ഷങ്ങൾ ആ കുട്ടിയുടെ പേരിൽ വരുന്ന എമൗണ്ട്. ഇങ്ങനെ പലതും ഉണ്ട്. ഗവൺമെൻറ് സ്കീംസ് ഉണ്ട്, അല്ലെങ്കിൽ പല രീതികളതായിട്ടുള്ള. അങ്ങനെ ഏതെങ്കിലും ഒന്നിൽ അവൻ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മണീനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ട് ശ്രമിക്കണം. നമുക്ക് വലിയ എമൗണ്ടിനെ മൈൻഡ് സെറ്റ് കൊണ്ട് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ കൊച്ചു കൊച്ചു പരിശ്രമങ്ങൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ശക്തമാക്കിക്കൊണ്ട് നിങ്ങളുടെ ബേസിനെ സ്ട്രോങ് ആക്കിക്കൊണ്ട് ഞാൻ സേഫാണ്, ഞാൻ സ്ട്രോങ് ആണ് എന്ന സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾക്ക് എല്ലാ ബ്ലോക്കും റിമൂവ് ചെയ്തുകൊണ്ട് ഞാൻ ക്ലീൻ ആൻഡ് ക്ലിയർ ആയി പോകുന്നൊരു ഫീലിങ്ങിലാണ് നിങ്ങൾ വലിയ എമൗണ്ട്സിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ വളരെ വേഗത്തിൽ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇവിടെ നമ്മൾ ഒരു കാര്യങ്ങളും ചെയ്യാതെ നിൽക്കുന്ന സമയത്ത് ഉപബോധ മനസ്സിൽ നിന്നുണ്ടാകുന്നതായിരിക്കുന്ന സംഘർഷങ്ങളുടെ ചിന്തകൾ തന്നെ പലപ്പോഴും മാനിഫെസ്റ്റേഷനിലായിട്ടുള്ള ബ്ലോക്കായി തീരും. അതുകൊണ്ട് ഈ 3 പില്ലറും എപ്പോഴും സ്ട്രോങ് ആക്കാൻ വേണ്ടി ശ്രമിക്കണം. ഒന്ന് മൈൻഡ് സെറ്റ്, മറ്റൊന്ന് നമ്മുടെ നല്ല ഹാബിറ്റ്സ്, മൂന്നാമത്തെ നമ്മുടെ മണി എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണതായിട്ടുള്ള രീതികൾ. ഈ 3 പില്ലറും സ്ട്രോങ് ആക്കി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സാമ്പത്തികമായ സ്വാതന്ത്ര്യമുള്ളതായിരിക്കുന്ന, സന്തോഷവും ആരോഗ്യമുള്ളതായിരിക്കുന്ന നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ കിട്ടട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.